ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള പകരം തീരുവ താൽക്കാലികമായി മരവിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പകരം തീരുവ മരവിപ്പിച്ചതിന് പിന്നാലെ US വിപണിയിൽ വൻ കുതിപ്പ് രേഖപ്പെടുത്തി. അതേസമയം ചൈനയ്ക്ക് മേൽ 125% അധിക തീരുവ ഏർപ്പെടുത്തിയതായി ട്രംപ് അറിയിച്ചു. ഇത് മൂന്നാം തവണയാണ് അമേരിക്ക ചൈനയ്ക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്തുന്നത്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ വെച്ചിരുന്നു. മധു, ഗുഡ് മോർണിംഗ്. ഇവിടെ ഗുഡ് മോർണിംഗ്, അവിടെ ഗുഡ് നൈറ്റ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് പോരാട്ടം ഇനി നേർക്കുനേർ ചൈനയുമായി മാത്രം മതി വ്യാപാര യുദ്ധം എന്ന തീരുമാനത്തിലാണോ, അതോ പകരച്ചുങ്കം ഏർപ്പെടുത്തി കൈപൊള്ളി പിൻവലിക്കലാണോ ട്രംപ്? ഗുഡ് മോർണിംഗ് ഹാഷ്മി, ഗുഡ് മോർണിംഗ് VK. കൈപൊള്ളി എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഓഹരി വിപണി ഒന്ന് ഉഷാറാക്കേണ്ട ആവശ്യം വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ട്രംപിന്റെ മനമാറ്റത്തിന് കാരണം. കഴിഞ്ഞ ദിവസമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പകരച്ചുങ്കം ഏർപ്പെടുത്തിയത്. അത് താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിരിക്കുകയാണ്. US ഉൽപ്പന്നങ്ങൾക്ക് അന്യായമായി ഇറക്കുമതി തീരുവ ഈടാക്കുന്നു മറ്റു രാജ്യങ്ങൾ എന്നൊക്കെ ആരോപിച്ചായിരുന്നു ഈ പകരച്ചുങ്കം ഏർപ്പെടുത്തിയത്. ഇതിപ്പോൾ 90 ദിവസത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഏർപ്പെടുത്തിയ അടിസ്ഥാന ചുങ്കമായ 10% പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കും. അതുപോലെ അധികമായി കഴിഞ്ഞ ദിവസം ചുമത്തിയ തീരുവയൊക്കെ ഇനി, അതായത് 3 മാസത്തേക്ക് മരവിപ്പിച്ചതായിട്ടാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാൽവിൻ ലെവിറ്റ് എന്ന് പറഞ്ഞത്. എന്നാൽ വ്യാപാര യുദ്ധത്തിൽ ചൈനയോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നാണ് ട്രംപ് പറയുന്നത്. വ്യാപാര യുദ്ധം ഈ കനക്കുന്നതിനിടയിലായിരുന്നു ചൈനയ്ക്ക് ബുധനാഴ്ച 104% തീരുവ ഏർപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ ചൈന 84% തീരുവ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക്. ഈ പ്രഖ്യാപനമൊക്കെ നടന്ന് 24 മണിക്കൂർ പിന്നിടും മുമ്പാണ് US ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും, അതായത് ഡൊണാൾഡ് ട്രംപ് 125% തീരുവ ഉയർത്തിയത്. ട്രംപ് പകരച്ചുങ്കം മരവിപ്പിച്ചതോടുകൂടി ഇന്ന് US ഓഹരി വിപണിയിൽ വൻ തിരിച്ചുവരവാണ് നടത്തിയത്. തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്ന ഈ വിപണിയിൽ ഈ തിരിച്ചുവരവ് വലിയ പ്രതീക്ഷയോടെയാണ് ഓഹരി വിപണിയിലുള്ളവർ സ്വീകരിച്ചത്. ഇറക്കുമതി ചുങ്കം കുത്തനെ കൂട്ടിയതോടെ ലോക ഓഹരി വിപണി തകരുവാൻ തുടങ്ങുകയായിരുന്നു. ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ S&P 500 9.52% ഉയർന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും മികച്ച ഒരു പ്രകടനമായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം. അതുപോലെ ഡൗ ജോൺസ് 7.87%, ഇതും 2020 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും മികച്ച നിരക്കാണ്. അതുപോലെ നാസ്ഡാക്കും 12.16, അത് 2001 ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും നല്ല നിലയിലുള്ള വ്യാപാരം അവസാനിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു. അതുപോലെ ചൈനയുടെ ഈ ഇറക്കുമതി തീരുവ 104% ഉയർത്തിയ അമേരിക്കൻ നടപടി അമേരിക്കൻ വിപണിയിൽ മാത്രമല്ല ഏഷ്യൻ യൂറോപ്യൻ വിപണികളെയും ഒക്കെ തകർത്തിരുന്നു. ട്രംപിന്റെ വ്യാപാര യുദ്ധം കടുപ്പിച്ചതോടെ അമേരിക്കൻ വിപണി 2020 ശേഷമുള്ള ഏറ്റവും വലിയ വീഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടത്. ഇതിന് പിന്നാലെയാണ് പകരച്ചുങ്കം 90 ദിവസത്തേക്ക് മരവിപ്പിക്കുവാൻ ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കുകയും അദ്ദേഹത്തിന്റെ മനസ്സ് മാറിയതും. ഹാഷ്മി VK. കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. ഏതാണ്ട് 125% അധിക തീരുവയാണ് ചൈനയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്.